ഹലോ, ചാപ്റ്റർ 6 ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവൽ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് 3 വീഡിയോ കാണാം. ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. ഡെക്കറേറ്റിംഗ് വിത്ത് ഗാർലൻഡ്സ്. ഇവിടെ ഒരു കുട്ടി, അവളുടെ പേര് ജ്യോതി എന്നാണ്. ജ്യോതിയുടെ കയ്യിൽ കുറേ ഫ്ലവർ ഗാർലൻഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ലൂസ് ഫ്ലവേഴ്സും ഉണ്ട്. അവളുടെ അമ്മ വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുക, ജ്യോതി, can I have 1 garland and 8 flowers? എനിക്ക് ഒരു ഫുൾ ഗാർലൻഡും 8 ഓരോരോ പൂക്കളും തരാമോ? അപ്പൊ ജ്യോതി ആകെ കൺഫ്യൂസ്ഡ് ആയി. I have only 6 loose flowers. അമ്മ 8 അല്ലേ ചോദിച്ചത്, 6 അല്ലേ എന്റെ കയ്യിൽ ആകെയുള്ളൂ, അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കും? I think I should open a full garland. അപ്പൊ ഒരു ഫുൾ ഗാർലൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര സിംഗിൾ ഫ്ലവേഴ്സ് കിട്ടും? 1 2 3 4 5 6 7 8 9 and 10. ഒരു ഫുൾ ഗാർലൻഡ് എന്ന് പറഞ്ഞാൽ 10 ഫ്ലവേഴ്സ് ആണ്. അതുപോലെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അമ്മ ചോദിച്ചത് കൊടുക്കാൻ പറ്റുമല്ലോ. Now I can give 8 flowers to mummy. എങ്ങനെയാണ് ജ്യോതി അത് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ജ്യോതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 1 2 3 4 ഫുൾ മാലകളാണ്. ഒരു ഫുൾ മാലയിൽ 10 ഫ്ലവേഴ്സ്, അടുത്തതിൽ 10 ഫ്ലവേഴ്സ്, അടുത്തതിൽ 10 ഫ്ലവേഴ്സ്, അടുത്തതിൽ 10 ഫ്ലവേഴ്സ്. അപ്പൊ ഇത് കൂട്ടിയാൽ 40 ഫ്ലവേഴ്സ് ആയി. അതിന്റെ കൂടെ 41 42 43 44 45 46 ഫ്ലവേഴ്സ് ഇൻ ടോട്ടൽ ഉണ്ട്. ഇനി അമ്മയ്ക്ക് എത്ര കൊടുക്കണം? അമ്മയ്ക്ക് 18 കൊടുക്കണം. 18 എന്ന് പറഞ്ഞാൽ 1 ഫുൾ ഗാർലൻഡ്സും 8 ഇൻഡിവിജ്വൽ പൂക്കളും. അപ്പൊ ഇവിടെ 6 പൂക്കൾ മാത്രമേ ലോസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മാലയിനെ അവർ ഓപ്പൺ ചെയ്തു. എന്നിട്ടോ 1 2 3 4 5 6 7 8 9 10 10 പൂക്കളാക്കി വെച്ചു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 8 എടുക്കാം. എങ്ങനെ എടുക്കാം? ഇവിടെ ഉണ്ടായിരുന്നതിൽ നിന്ന് കട്ട് ചെയ്യാം. 1 2 3 4 5 6, പിന്നെ ഇതിൽ നിന്ന് 2 എണ്ണം 1 2. ഇപ്പൊ അവിടെ ഇൻഡിവിജ്വൽ പൂക്കള് എത്ര എണ്ണം ബാക്കിയുണ്ട്? 1 2 3 4 5 6 7 8 8 പൂക്കള് ബാക്കിയുണ്ട്. പിന്നെ ഒരു ഫുൾ ഗാർലൻഡ്സ് അങ്ങനെ തന്നെ കൊടുത്തു. ഇനി എത്ര ഗാർലൻഡ്സ് ബാക്കിയുണ്ട്? 1 2 2 ഗാർലൻഡ്സ്. ദാറ്റ് മീൻസ് 10 ഫ്ലവേഴ്സ് ആൻഡ് 10 ഫ്ലവേഴ്സ്. 10 plus 10 is 20, 20 plus 8 is 28. അപ്പൊ റിമൈനിങ് എത്രയാണ്? 28. അപ്പൊ ഇതിനെ നമുക്ക് എഴുതി ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാലോ? സബ്സ്ട്രാക്ഷൻ ചെയ്യാം. എങ്ങനെയാ ചെയ്യേണ്ടത്? ഇനീഷ്യലി ജ്യോതിയുടെ കയ്യിൽ 46 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എത്ര കൊടുത്തു? 18. അപ്പൊ 46 minus 18 ഈക്വൽ ടു എത്രയാ കിട്ടുക? അതാണ് നമ്മുടെ ആൻസർ. അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? 46 എന്ന് എഴുതണം. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ 18 എന്ന് എഴുതണം. മൈനസ്. ഇപ്പൊ 6 minus 8 പോസിബിൾ ആണോ? അല്ല. 6 ചെറിയ നമ്പർ ആണ്. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു നമ്പർ അങ്ങോട്ട് എടുക്കണം. അപ്പൊ ഇവിടെ 4 ആണുള്ളത്. 4ൽ നിന്ന് 1 ഇവിടേക്ക് പോയി. അപ്പൊ ഇത് മാറി 16 ആയി മാറി. 16. എന്തുകൊണ്ടാ ഇവിടുന്ന് ഒന്ന് പോയപ്പോ അത് 7 ആവാതെ 16 ആയത്? ബിക്കോസ് ഇത് ടെൻസിന്റെ പ്ലേസിലാണല്ലേ. ടെൻസിന്റെ പ്ലേസിൽ നിന്ന് പോകുമ്പോ 1 അല്ല പോകുന്നത്, 10 ആണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എത്തുമ്പോഴേക്ക് അത് 10 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അത് 16 ആയി. ഇനി ഇവിടെ ഒരു 4 ഉണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് ഒരു 1 പോയല്ലേ. അപ്പൊ എന്തായി മാറി? അത് 4ന് പകരം 3. ഇനീഷ്യലി അത് 40 ആയിരുന്നു, ഇപ്പൊ അത് 30 ആയി മാറി. ഇപ്പൊ 3 ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. 16 minus 8 equal to 8ൽ നിന്ന് എണ്ണാം. 9 10 11 12 13 14 15 16 8. 16 minus 8 equal to 8. ഇനി 3 minus 1 is 2. So the answer is 28. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ശരിക്കും നോക്കാം. I am left with 2 garlands and 8 flowers. 28 flowers എന്ന് പറഞ്ഞാൽ എന്താണ്? 2 garlands. 2 full garlands എന്ന് പറഞ്ഞാൽ 10 flowers. 20 flowers plus 8 loose പൂക്കൾ. 1 2 3 4 5 6 7 8 or 28 flowers in all.
Now Jyoti has 28 flowers. ഇപ്പൊ ജ്യോതിയുടെ കയ്യിൽ എത്ര flowers ഉണ്ട്? 28. She gives 5 to her friend. അതിൽ നിന്നും 5 എണ്ണം അവൾ അവളുടെ ഫ്രണ്ടിന് കൊടുത്തു എന്ന് കരുതുക. Help Jyoti to find out how many flowers is she left with. അപ്പൊ 28ൽ നിന്നും 5 കൊടുത്താൽ എത്ര കിട്ടും? നമുക്ക് ആദ്യം ഗാർലൻസ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ 8 ലൂസ് ഫ്ലവേഴ്സ് ഉണ്ട്. 5 ലൂസ് ഫ്ലവേഴ്സ് ആണ് ഫ്രണ്ടിന് കൊടുക്കേണ്ടത്. അപ്പൊ 1 2 3 4 5 ഇത്രയും പോയി. അപ്പൊ ഏതൊക്കെയാ ബാക്കിയുള്ളത്? 10 10 പിന്നെ ഇവിടെ ഒരു 3 ഫ്ലവേഴ്സും കൂടി ഉണ്ട്. 10 + 10 + 3 = 23. ഇത് കറക്റ്റ് ആണോ നോക്കണ്ടേ? നമുക്കിതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 28 - 5. 8 - 5 is 5 കഴിഞ്ഞിട്ട് 6 7 8. 8 - 5 is 3. ഇനി 2 മൈനസ് അവിടെ ഒന്നുമില്ല അല്ലെ? ദാറ്റ് മീൻസ് അവിടെ 0 ആണ്. അപ്പൊ 2 - 0 is 2. So the answer is 23. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയത് 23. ഇതുപോലെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കില്ലേ? Now Jyoti has 54 flowers in all. ഇതൊരു പുതിയ പ്രോബ്ലം ആണ്. ഇപ്പൊ ജ്യോതിയുടെ കയ്യില് 54 flowers ഉണ്ട്. She gives 28 to her mother. How many flowers is she left with? അപ്പൊ 54 എന്ന് പറഞ്ഞാൽ 5 full garlands. 10 10 10 10 10 50 പിന്നെ 4. അതിൽ നിന്ന് എത്രയാണ് കൊടുക്കേണ്ടത്? 2 full garlands ഉം പിന്നെ 8 individual flowers ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. Oh, I need to open 1 garland. Then I will have 4 garlands and 14 flowers. ഇവിടെയും 8 flowers കൊടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞു കുഞ്ഞു 4 പൂക്കളേ ഉള്ളൂ. അപ്പൊ അതിന് പകരം നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ഗാർലൻസിനെ ഓപ്പൺ ചെയ്തു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 10 ഫ്ലവേഴ്സ് ആയി മാറി. അപ്പൊ 10 + 4 ഇപ്പൊ ടോട്ടൽ എത്ര ലൂസ് ഫ്ലവേഴ്സ് ആണുള്ളത്? 14 ഫ്ലവേഴ്സ്. ഇനി ഈ 14 ഫ്ലവേഴ്സിന് എത്ര ലൂസ് ഫ്ലവർ ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടത്? 8 ഫ്ലവേഴ്സ്. അപ്പൊ ലൂസ് ഫ്ലവേഴ്സ് 14ൽ നിന്നും 8 അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും? 1 2 3 4 5 6 7 8. 8 കൊടുത്തു. ഇനി ഇവിടെ എത്രയാ ബാക്കിയുള്ളത്? 1 2 3 4 5 6. 14 - 8 = 6. ഇനി 2 ഫുൾ ഗാർലൻസും കൊടുത്തു അല്ലെ? അപ്പൊ ബാക്കി എത്ര ഗാർലൻസ് ഉണ്ട്? 1 2. That means 10 + 10 and 6 അല്ലാത്ത പൂക്കൾ. 26 flowers. ബാക്കിയുള്ള ഫ്ലവേഴ്സ് എത്രയാണ്? 26. നോക്കിയേ ഇവിടെ എങ്ങനെയാ അതിനെ മൈനസ് ചെയ്തിരിക്കുന്നത് എന്ന്? ഇനീഷ്യലി 54 flowers ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് 28 കൊടുക്കണമായിരുന്നു. മൈനസ് ചെയ്യാം അല്ലെ? ഈ മൈനസ് സിമ്പിൾ ഇവിടെയാണെങ്കിലും ഒക്കെ സെയിം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എവിടെയാണ് ഇട്ട് പഠിക്കുന്നത് അത് അങ്ങനെ തന്നെ ചെയ്തോളുക. 4 - 8 പോസിബിൾ അല്ല. കാരണം 4 ചെറിയ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഈ 4 മാറി അവിടെ എന്തായി മാറും? 14 ആയിട്ട് മാറും. അപ്പൊ ഇവിടെയുള്ള 5ഓ ഇവിടുന്നല്ലേ ഒന്ന് പോയത്. അപ്പൊ ഇവിടെ 4 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി മൈനസ് ചെയ്യാം. 14 - 8. 8ൽ നിന്ന് 9 10 11 12 13 14. 6 ആണ്. 14 - 8 6. നമുക്ക് ഓൾറെഡി അറിയാം. ഇനി 4 - 2 2. So the answer is 26. ജ്യോതിയുടെ കയ്യിൽ ഇപ്പൊ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 26. I'm left with 2 garlands and 6 flowers or 26 flowers in all. അപ്പൊ ജ്യോതി ബാക്കിയുള്ള ഫ്ലവേഴ്സിനെ എങ്ങനെയാ പറയുന്നത്? I'm left with 2 garlands. 26 എന്ന് പറഞ്ഞാൽ 2 full garlands ഉം 6 loose flowers ഉം അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് 26 flowers. Jyoti has 73 flowers in all. ഇതൊരു പുതിയ പ്രോബ്ലം ആണ്. ഇപ്പൊ ജ്യോതിയുടെ കയ്യിൽ 73 flowers ഉണ്ട്. She gives 47 to her mother. How many flowers is she left with? ഈ ഗാർലൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 73 flowers ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് 47 കൊടുത്തു. അപ്പൊ 73 - 47. 3 - 7 ചെയ്യാൻ പറ്റില്ല. 3 ചെറിയ നമ്പർ ആണ്. സോ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് പോയി. സോ 3 മാറി 13 ആയി.
ഇനി ഈ 7 മാറി 6 ആയി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അല്ലേ? Now മൈനസ് ചെയ്യാം. 13 minus 7. 7, 8, 9, 10, 11, 12, 13. 6. 6 minus 4 is 2. So the answer is 26. കറക്റ്റ് ആണോ? ജ്യോതിയുടെ കയ്യിൽ 7 full garlands-ഉം 3 flowers-ഉം ഉണ്ടായിരുന്നു. അതായത് 73. ജ്യോതി അമ്മയ്ക്ക് കൊടുക്കേണ്ടത് എന്താണ്? 47 ആണല്ലേ? 4 full garlands-ഉം 7 flowers-ഉം. 3 flowers മാത്രമേ ഉള്ളൂ. 3 flowers-ന് 7 flowers കൊടുക്കാൻ പറ്റില്ല. അപ്പോ ഈ 7 flowers-നെ കട്ട് ചെയ്തിട്ട് ഇവിടെ 6 full garlands ആക്കി. എന്നിട്ടോ അവിടെ ഉണ്ടായിരുന്ന എക്സ്ട്രാ 1 garland-നെ പൊട്ടിച്ചിട്ട് ഇതിന്റെ കൂടെ ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ 13 flowers ഉണ്ട്. 13 നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാ കിട്ടുക? 6. ഇപ്പോ ബാക്കിയുള്ള ഫ്ലവേഴ്സ് 6. പിന്നെ 6 garlands ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 4 garlands അമ്മയ്ക്ക് കൊടുത്തു. അപ്പോ 2. So Jyoti is left with 2 full garlands and 6 flowers. Let's do. ഇവിടെ കുറെ നമ്പേഴ്സ് സബ്സ്ട്രാക്ഷന് വേണ്ടി തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. 5 minus 8. 5 ചെറിയ നമ്പർ ആണ്. സോ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ 5-നെ മാറ്റി 15 എന്ന് എഴുതാം. 4-നെ മാറ്റി 3 എന്നും എഴുതാം. 15 minus 8. 9, 10, 11, 12, 13, 14, 15. 7, 8 plus 7 equal to 15. 3 minus 1 is 2. So the answer is 27. Next, 84 minus 37. 4 minus 7 ചെയ്യാൻ പറ്റില്ല. So ഇവിടെ നിന്ന് ഇവിടേക്ക് വന്നു. So 4 മാറി 14 ആയി. And 8 മാറി 7 ആയി. 14 minus 7 is 7. 7 minus 3 is equal to 4. 5 minus 5 is 0. 6 minus 4 is 2. ഇത് വളരെ ഈസി ആണല്ലേ? Again 7 minus 7, 0. 2 minus 2, 0. 27 minus 27 is 0. 3 minus 8, പറ്റില്ല. So ഇതിനെ നമുക്ക് 13 ആക്കി മാറ്റാം. ഇതിനെ 8 ആക്കി മാറ്റാം. 13 minus 8 is 5. 8 minus 4 is 4. So the answer is 45. Skip the rope. Aman and Avni are playing skip the rope. Both have to complete 20 skips. A skip can be counted when the rope passes under the feet. They will get 2 chances to skip. If one misses any skip in the first time, then they will get one more chance to complete 20 skips. Aman skipped 14 times in first chance. How many more skips he has to make to complete 20 skips? അമനും അവനിയും സ്കിപ്പിംഗ് റോപ്പ് കളിക്കുകയാണ്. അപ്പൊ ഒരാൾക്ക് 2 ചാൻസ് ആണ് കിട്ടുക. അപ്പൊ ആദ്യത്തെ ചാൻസിൽ 2 ജമ്പ് ചെയ്തപ്പോഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാൻസ് കൂടി കിട്ടും. അത് 20 വരെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ അമൻ സ്കിപ്ഡ് 14 ടൈംസ് ഇൻ ദ ഫസ്റ്റ് ചാൻസ്. How many more skips he has to make to complete 20? അപ്പൊ സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. സെക്കൻഡ് ചാൻസിൽ എത്ര കിട്ടിയാലാണ് 20 ആവുക? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാ കണ്ടുപിടിക്കുക? 20 ആണ് എത്തേണ്ടത്. ഇപ്പൊ 14 ഉള്ളൂ. ഇപ്പൊ 14-ൽ നിന്ന് 20-ലേക്കുള്ള ദൂരം 14 ഫസ്റ്റ് ചാൻസിലുണ്ട് പ്ലസ് സെക്കൻഡ് ചാൻസിൽ എത്രയോ ഉണ്ട്. അത് എത്രയാന്ന് നമുക്ക് അറിയില്ല. അതും കൂടി ചേർന്നാൽ 20 ആയി മാറും. 14 plus dash എത്രയോ ഒരു നമ്പർ which is equal to 20. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് അതേപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? 14 plus dash equal to 20. അത് കണ്ടുപിടിക്കാനുള്ള വേ ആണ് 20 minus 14 equal to that value. ആ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ 20-ൽ നിന്ന് 14 മൈനസ് ചെയ്താൽ മതി. എങ്ങനെയാ മൈനസ് ചെയ്യാ? 20 14 20-ന്ന് 14 മൈനസ് ചെയ്യാം. 0 minus 4 പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ഇത് 10 ആയി മാറി. ഇത് 1 ആയി മാറി. So 10 minus 4 is 6. 1 minus 1 is 0. So the answer is 6. അപ്പൊ സെക്കൻഡ് ജമ്പിൽ 6 ജമ്പും കൂടി ചെയ്താൽ അമ്മന് 20 ആക്കാൻ പറ്റും.
20 minus 14 equal to 6. Avani skipped 12 times in the first chance. Avani ആദ്യത്തെ ചാൻസിൽ എത്രയാണ്? 12. How many more skip she has to make to complete 20? Same ഇതുപോലെ തന്നെ. 12 plus dash equal to 20. അതായത് 20 minus 12 equal to dash. 20 minus 12 എങ്ങനെയാ ചെയ്യാ? 20 minus 12. 0 minus 2 പറ്റില്ല. So ഇങ്ങനെ പോയി 0 മാറി 10 ആയി, 2 മാറി 1 ആയി. 10 minus 2 is 8. 1 minus 1 is 0. So the answer is 8. 20 minus 12 is 8. 12 plus 8 equal to 20. We can use any of the method, Ginladi, number stripped, number block or Motimala to find the answers. നിങ്ങൾക്ക് അറിയുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, ചെയ്തു നോക്കാം അല്ലേ? Anushka collected 63 shells. She gave 26 shells to her brother. How many shells are left with her? Initially 63 shells ഉണ്ടായിരുന്നു. അതിൽ നിന്നും 26 ഫ്രണ്ട്സിന് കൊടുത്തു. ബാക്കി എത്രയാണുള്ളത്? നിങ്ങൾ ഗില്ലടിയൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കിവിടെ മൈനസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. 3 minus 6 പറ്റില്ലല്ലേ? അപ്പോ ഇവിടുന്ന് 1 പോയി 13 ആയി മാറി, 6 പോയി 5 ആയി മാറി. 13 minus 6 equal to 7. 5 minus 2 equal to 3. So the answer is 37. 37. ഗില്ലടി ഉപയോഗിച്ച് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 54 passengers were sitting in the bus and 16 got down at the bus stand. How many are there in the bus now? Initially 54 passengers ഉണ്ടായിരുന്നു. അതിൽ നിന്നും 16 പേര് ഇറങ്ങിപ്പോയി. ഇപ്പൊ അതിൽ ബാക്കി എത്ര പേരുണ്ട്? 54 minus 16. 4 minus 6 ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി 4 മാറി 14 ആയി, 5 മാറി 4 ആയി. 14 minus 6 8. 4 minus 1 3. So the answer is 38. There are 40 balloons and 13 balloons got burst. Initially 40 balloons ഉണ്ടായിരുന്നു. അതിൽ 13 balloons പൊട്ടിപ്പോയി. How many balloons are left? എങ്ങനെ കണ്ടുപിടിക്കാം? 40 minus 13. എങ്ങനെയാ 40 minus 13 ചെയ്യാ? 40 minus 13. 0 ൽ നിന്ന് പോവില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 0 മാറ്റി 10 ആയി, 4 മാറി 3 ആയി. 10 minus 3 is 7. 3 minus 1 is 2. So the answer is 27. Kanika made 72 bangles. She sold 36 bangles. How many bangles are left with Kanika now? Easy ആണല്ലേ? 72 minus 36. എങ്ങനെ ചെയ്യും? 72 minus 36. 2 minus 6 ചെയ്യാൻ പറ്റില്ല. സോ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി 2 മാറി 12 ആയി, 7 മാറി 6 ആയി. 12 minus 6 6. 6 minus 3 3. 36. So the answer is 36. 56 birds were sitting on the tree. A few more birds joined them. Now there are 87 birds. Find out the number of birds that came later. 56 birds ഉണ്ടായിരുന്നു. Few more birds add ആയി. അത് എത്രയാന്ന് നമുക്കറിയില്ല. Which is equal to 87. അപ്പൊ ഇവിടെ എത്രയാണ് ആഡ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? 87 minus 56, which is equal to the answer. അത് എങ്ങനെയാ ചെയ്യാ? 87 minus 56. 7 minus 6 is 1. 8 minus 5 is 3. So the answer is 31.
Arman dribbled the ball 18 times. 18 times dribble ചെയ്തു. How many more times should he dribble the ball to complete 35 taps? 18 plus dash equal to 35. ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താ ചെയ്യേണ്ടത്. So the answer is 35 minus 18. എങ്ങനെയാ ഇത് ചെയ്യാ? 35 എഴുതണം, 18 എഴുതണം, എന്നിട്ട് മൈനസ് ചെയ്യാം. 5ൽ നിന്ന് 8 പോവില്ല, അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. അപ്പോ 5 മാറി 15 ആവും, 3 മാറി 2 ആവും. 15 minus 8, 7. 2 minus 1 is 1. So the answer is 17. Addition and subtraction facts. Fill the missing numbers to complete the fact family. 20, 30 and 50. ഇതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ആണ്. ഇതിൽ 20 and 30. 20 plus 30 equal to 50. 20 plus 30 equal to 50. 30 plus 20 equal to 50. 50 minus 30 equal to 20. 50 minus 20 equal to 30. അപ്പൊ എന്താ മനസ്സിലായത്? രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യാണ്. 20 plus 30 equal to 50. 20 plus 30യും 30 plus 20യും രണ്ടും സെയിം ആണ്, which is equal to 50. ഇനി അതുപോലെ തന്നെ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്ത് മൂന്നാമതൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൽ നിന്ന് 50ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 30 കിട്ടും. ഇനി അതേ 50ൽ നിന്ന് അടുത്ത നമ്പർ 30 മൈനസ് ചെയ്താലോ നിങ്ങൾക്ക് 20 കിട്ടും. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ? രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ നമ്പർ, അതിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്താൽ മറ്റേ നമ്പർ കിട്ടും. ഇത് അഡീഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും ഒരു റൂളാണ്. നെക്സ്റ്റ് 10, 20. സിമിലർ, ഇതേപോലെ തന്നെ നോക്കിയേ. 10, 20 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 10 plus 20 equal to 30. 10 plus 20 equal to 30. അപ്പോ എന്താണ്? 20 plus 10 ഈക്വൽ ടു 30 ആണ്. ഞാൻ പറഞ്ഞു രണ്ട് നമ്പർ ആഡ് ചെയ്ത് മൂന്നാമതൊരു നമ്പർ കിട്ടി. അപ്പൊ അതിൽ നിന്നും 30 മൈനസ് ഡാഷ് ഈക്വൽ ടു 10. ഈസി അല്ലേ? 20 plus 10 ആണ് 30. So 30 minus 20 equal to 10. അതേപോലെ 30 minus dash equal to 20. 30 minus 10 equal to 20. ഇനി ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ നമ്പേഴ്സിനെ എഴുതാലോ. 20, 80 and 100. അപ്പോ അതിന്റെ ഒരു ട്രയാങ്കിളിൽ താഴെ 80 plus 20. 80യും 20 ആണ്. 80 plus 20 100 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 80 plus 20 is equal to 100. ഇനി 20 plus 80 is also equal to 100. ഇനി 100 minus 80 is equal to 20. ഇനിയോ 100 minus 20 is equal to 80. Addition and subtraction pyramid. ആദ്യം അഡീഷൻ പിരമിഡ് തന്നിട്ടുണ്ട്. ഇവിടെ പിരമിഡ് എന്ന് പറഞ്ഞാൽ താഴത്തെ ലെവലിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്താണ് മുകളിലേക്ക് പോവുക. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ ഈ ഒരു ടൈലിൽ 5ഉം ഈ ടൈലിൽ 3യും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി നേരെ മുകളിലുള്ള ടൈലിൽ ഇതിന്റെ സം ആണ് എഴുതേണ്ടത്. 5 and 3. 5 plus 3 equal to 8. 3, 6. അപ്പൊ 3 plus 6 equal to 9. 6, 8. 6 plus 8 is equal to 14. അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോഴോ 8 and 9 ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ എന്താ വരിക? 8 plus 9 which is 17. ഇവിടെയോ 9 plus 14 equal to 23. 17 plus 23 എങ്ങനെ എഴുതുക? ഇവിടെ എഴുതി നോക്കാം. 23 plus 17. 7 plus 3 equal to 10. 10ന്റെ ഫസ്റ്റ് നമ്പർ ആണ് എഴുതേണ്ടത്. റിമൈനിങ് 1നെ ഇവിടെ വെക്കാം. 1 plus 2 is 3. 3 plus 1 is 4. So the answer is 40. മുകളിൽ എഴുതണം 40. Similarly ഇവിടെയോ 6ഉം 4ഉം 6 plus 4 is 10.
4 and 3. 4 plus 3 is 7. 3 and 8. 3 plus 8 is 11. ഇവിടെ 10 and 7. 10 plus 7 is 17. 7 and 11. 7 plus 11 is 18. 18 plus 17 എത്രയാ? എഴുതി നോക്കൂ. 17 plus 18. 8 plus 7 equal to 15. Remaining 1 ഇവിടെ എഴുതാം. 1 plus 1 is 2. 2 plus 1 is 3. So the answer is 35. ഇനി സബ്സ്ട്രാക്ഷൻ പിരമിഡ് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുക? ഏറ്റവും മുകളിൽ നിന്നാണ് അല്ലേ? ഈ ഒരു നമ്പർ 37 കൊടുത്തിട്ടുണ്ട്. ഈ ടൈലിൽ 16 ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ വരിക 37 minus 16 ആണ്. അത് ചെയ്ത് നോക്കിയേ. 37 minus 16. 7 minus 6. 1. 3 minus 1. 2. So here the answer is 21. ഈ ഒരു ടൈലിൽ എന്ത് വാല്യൂ വരിക? 16 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെയും ഈ നമ്പറിന്റെയും സം ആണ്. ഈ നമ്പർ ഏതാന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 16ൽ നിന്ന് 11 മൈനസ് ചെയ്യണം. 16 minus 11 എങ്ങനെ ചെയ്യാം? 16 minus 11. 6 minus 1 is 5. 1 minus 1 is 0. So here the answer is 5. ഇവിടെയോ 21 minus 11. 21 minus 11 എങ്ങനെയാ ചെയ്യാ? 21 minus 11. 1 minus 1 is 0. 2 minus 1 is 1. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് 10 ആണ്. ഇനി ഇവിടെ ഏതാ വരിക? 5 minus 4 is 1. ഇനി ഇവിടെയോ? ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് 10 minus 3 ചെയ്യാം, അല്ലെങ്കിൽ 11 minus 4 ചെയ്യാം. രണ്ടായാലും ഈ ആൻസർ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ 10 minus 3 is 7. 11 minus 4 is 7. ഇനി ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. അഡീഷൻ പിരമിഡില് 2 ടൈല് ആഡ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. ആ മുകളിൽ നിന്ന് തിരിച്ച് താഴേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സബ്സ്ട്രാക്ഷൻ പിരമിഡ്. ഇവിടെ ചെക്ക് ചെയ്യൂ. 1 plus 4 is 5 and 7 plus 3 is 10. ഇനി 5 plus 11 is 16. 10 plus 11 is 21. ഇനി 16 plus 21 is 37. അപ്പോ സബ്സ്ട്രാക്ഷൻ ടേബിൾ മുകളിൽ നിന്ന് താഴേക്ക് സെയിം ടേബിൾ അഡീഷൻ ടേബിൾ ആവുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ആഡ് ചെയ്ത് പോകും. ഇനി അടുത്ത സബ്സ്ട്രാക്ഷൻ പിരമിഡ് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കിയാലോ? ഇതേപോലെ തന്നെ 15 minus 24 ആണ് ഇവിടെ ചെയ്യേണ്ടത്. എങ്ങനെയാത്? 50 minus 24. 0ൽ നിന്ന് 4 പോവില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇത് കട്ട് ചെയ്ത് 10 ആക്കാം. ഇത് കട്ട് ചെയ്ത് 4 ആക്കാം. 10 minus 4 is 6. 4 minus 2 is 2. So the answer is 26. ഇനി ഇവിടെയോ? ഇവിടുന്ന് 2 ആരോ മാർക്കാണ് പോകുന്നത്. ഒന്ന് 11ലേക്കും ഒന്ന് നമുക്കറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 26 minus 11. 26 minus 11. 6 minus 1 is 5. 2 minus 1 is 1. So here the answer is 15. ഇവിടെയോ? 24ൽ നിന്ന് 2 ആരോ മാർക്കാണ്. ഒന്ന് 11ലേക്കും ഒന്ന് ഒരു അൺനോൺ നമ്പറിലേക്കും. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 24 minus 11. 4 minus 1 is 3. 2 minus 1 is 1. So here the answer is 13. ഇനി ഇവിടെയോ? 13ൽ നിന്ന് 2 ആരോ മാർക്ക് പോകുന്നുണ്ട്. ഒന്ന് 5ഉം ഒന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി 13 minus 5. 13 minus 5 equal to 8. So here the answer is 8. And here 11. 11ൽ നിന്ന് 2 എണ്ണം പോകുന്നുണ്ട്. 5ലേക്കും ഒന്നൊരു അൺനോൺ നമ്പറിലേക്കും. 5 plus dash equal to 11. 5 plus 6 equal to 11. ഇത് കറക്റ്റ് ആണോ? ഇവിടെ നോക്കിയേ. 9 plus 6 is 15. അപ്പൊ 6 കറക്റ്റ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് പോകണം. അഡീഷൻ ടേബിളിൽ താഴെയുള്ള 2 ടൈലിനെ ആഡ് ചെയ്ത് അതിന്റെ മുകളിലത്തെ ടൈലിൽ എഴുതണം. സബ്സ്ട്രാക്ഷനിൽ മുകളിലത്തെ ടൈലിൽ തന്നിട്ടുണ്ടാവും, സൈഡിൽ ഒരു നമ്പറും തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അടുത്ത നമ്പർ മൈനസ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. എന്താണ് ഈ ഡയഗ്രത്തിന്റെ പ്രത്യേകത? 3, 12, 9, 15, 6, 11, 5, 8.
Here 3 plus 9 is 12. 3, 9. 3 plus 9 is 12. 9 plus 6 is 15. 9 plus 6 is 15. 6 plus 5 is 11. 6 plus 5 is 11. And 5 plus 3 is 8. Now complete the following diagram. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടെ ചെയ്യണം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? രണ്ട് ടൈലുകളിലുള്ള അല്ലെങ്കിൽ രണ്ട് കള്ളികളിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് അതിന്റെ സെന്ററിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1 plus dash equal to 5. 1 plus എത്ര ആഡ് ചെയ്താലാണ് 5 കിട്ടുക? 1 plus dash equal to 5. നേരത്തെ നമ്മൾ അതിന്റെ റൂള് പഠിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാം? 5 minus 1 equal to dash. അതാണ് അതിന്റെ ആൻസർ 4. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ലേ? ഇത് 4 ആണ്. ഇപ്പൊ നോക്കിയേ 1 plus 4 equal to 5. ഇനി സിമിലർലി 4 plus dash is 10. 4 plus dash is 10. 4 plus ഏതോ ഒരു നമ്പർ equal to 10. എങ്ങനെ കണ്ടുപിടിക്കാം? 10 minus 4 equal to that number. അത് എത്രയാ? 10 minus 4 is 6. അപ്പൊ ഇവിടെ എഴുതി നോക്കൂ. ഇപ്പൊ നോക്കി 6 plus 4 is 10. കറക്റ്റ് ആയില്ലേ? ഇനി അതുപോലെ ഇവിടെ ഏതോ നമ്പർ ഉണ്ട്. ഡാഷ് പ്ലസ് 6 equal to 14. എങ്ങനെ കണ്ടുപിടിക്കാം? 14 minus 6 equal to dash. 6 കഴിഞ്ഞിട്ട് 7, 8, 9, 10, 11, 12, 13, 14. അപ്പൊ എത്രയാണ്? 8. So here the answer is 8. ഇത് കറക്റ്റ് ആണോ? 1 plus 8 is 9. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ. ഇവിടെ നമുക്ക് ചുറ്റുള്ള ഒരു നമ്പറും തന്നിട്ടില്ല. എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 10 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 1 സ്റ്റാർട്ട് ചെയ്യാം. 1 plus 9 equal to 10. ഓക്കെ, ഇനി 9 plus ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താലാണ് 13 കിട്ടുക. 9 plus dash equal to 13. അപ്പൊ ആ ഡാഷ് നമ്പർ എത്രയാണ്? 13 minus 9 equal to dash. 13 minus 9 എന്ന് പറഞ്ഞാൽ 9ൽ നിന്ന് 13ലേക്ക് എണ്ണി നോക്കിയേ. That is 4. 9 plus 4 equal to 13. ഇനി 4 plus dash ഏത് നമ്പർ ആണെന്ന് അറിയില്ല. 4 plus dash equal to 12. ആ ഡാഷ് നമ്പർ എങ്ങനെ കിട്ടും? 12 minus 4 equal to dash. 12ൽ നിന്ന് എണ്ണി നോക്കിയേ. 8. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? 1 plus 8 equal to 9. കറക്റ്റ് ആണ് അല്ലേ? ഇനി നമുക്ക് ഇവിടെ വേറൊരു നമ്പർ ടെസ്റ്റ് ചെയ്താലോ? നമ്മൾ 1ൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി അതുപോലെ നമുക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്യാം. 2 plus dash equal to 10. 2 plus dash equal to 10. അപ്പോ ഈ നമ്പർ എങ്ങനെയാണ്? 10 minus 2 equal to 10 minus 2 8 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 8 ഫിൽ ചെയ്യാം. ഇനി 8 plus dash ഈ നമ്പർ ആണ് 13. 8 plus dash equal to 13. ആ ഡാഷ് എങ്ങനെ കിട്ടും? 13 minus 8 equal to dash. 13 minus 8 is 5. അപ്പൊ ഇവിടെ നമുക്ക് 5 എന്ന് എഴുതാം. അപ്പൊ ഇനിയോ 5 plus ഈ നമ്പർ ആണ് 12. 5 plus dash equal to 12. അപ്പൊ ആ ഡാഷ് എങ്ങനെയാ കിട്ടുക? 12 minus 5 which is equal to 7. അപ്പൊ ഇവിടുത്തെ ആൻസർ ആണ് 7. ഇപ്പൊ ഇനി നമുക്ക് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 7 plus 2 should be 9. 7 plus 2 is 9. അപ്പൊ ഇത് കറക്റ്റ് ആണ്. വേറെ നമ്പറുകൾ വെച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. Hania and Mansi's gift. Hania and Mansi want to give a gift to their mother. For its decoration, they purchased some ribbons and gift wrapper. There are rupees 75 in the purse. The cost of the gift wrapper is 24 and the cost of the ribbon is 37. How much money did they spend? How much money is left with them? അവർ രണ്ടുപേരും കൂടി അവർ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു. അതിനുശേഷം അതിന്റെ ഗിഫ്റ്റ് റാപ്പറും
അതിനുള്ള റിബൺസും വാങ്ങി. അപ്പൊ അതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന പൈസയാണ് 24 rupees ഫോർ ഗിഫ്റ്റ് റാപ്പർ, 37 rupees ഫോർ റിബൺ. അവരുടെ പേഴ്സിൽ എത്ര പൈസയുള്ളത്? 78 rupees. അപ്പൊ അവർ എത്ര രൂപ ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും? കണ്ടുപിടിക്കാലോ. ഗിഫ്റ്റ് റാപ്പറിന്റെ പൈസയാണ്. ഗിഫ്റ്റ് റാപ്പർ ഈക്വൽ ടു 24. റിബണോ? റിബൺ ഈക്വൽ ടു 37. അപ്പൊ ടോട്ടൽ എത്ര പൈസയായി? 24 പ്ലസ് 37. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 7 plus 4 is 11. Remaining 1 ഇവിടെ ഉണ്ടാകും. 3 plus 2 is 5. 5 plus 1 is 6. Total 61 rupees ആണ്. അവരുടെ കയ്യിൽ എത്ര പൈസയാണുള്ളത്? 78. അത്രയും പൈസ ആവശ്യമില്ല. 63 rupees ആവശ്യമുള്ളൂ അല്ലെ? അപ്പൊ അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന പൈസ 61. How much money is left with them? Initially 78 ഉണ്ടായിരുന്നു. അതിൽ നിന്നും 61 അവർ ചെലവാക്കി. 78 minus 61 is the answer. എങ്ങനെയാ കാണാ? 78 എഴുതുക, 61 എഴുതുക, മൈനസ് ചെയ്യാം. 8 minus 1 is 7. 7 minus 6 is 1. So the remaining money is 17 rupees. Answer is 17. Daljit has solved some questions and written down their answer. What do you think? Are they correct? Verify the answers. ഇവിടെ എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാലോ. ഫസ്റ്റ് 25 plus 36. എങ്ങനെ ചെയ്യാ? 5 plus 6 is 11. അതിന്റെ 1 ഇവിടെ എഴുതണം. റിമൈനിങ് 1 മുകളിൽ എഴുതണം. 3 plus 2, 5. 5 plus 1, 6. The answer is 61. ഇവിടെ എന്ത് തെറ്റാണ് അവർ വരുത്തിയത്? 6 plus 1, 11 അങ്ങനെ എഴുതി. 3 plus 2, 5 എന്ന് എഴുതി. അപ്പൊ ഇത് തെറ്റാണ്. റിമൈനിങ് 1 മുകളിൽ വെച്ച് അത് ടെൻസിന്റെ പ്ലേസിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് 37 plus 58. 7 plus 8 എത്രയാണ്? 8 കഴിഞ്ഞിട്ട് 9, 10, 11, 12, 13, 14 and 15. 8 plus 7 is 15. അത് ഫുൾ ആയിട്ട് 15 അവിടെ എഴുതാൻ പറ്റില്ല. 5 ആണ് അവിടെ എഴുതേണ്ടത്. ബാക്കിയുള്ള 1 ഇവിടെ വെക്കണം. 1 plus 3 is 4. 4 plus 5 is 9. Answer is 95. Again അടുത്തത് തെറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി 35 minus 17. എങ്ങനെയാ ചെയ്യാ? 5ൽ നിന്ന് 7 പോവില്ല. സോ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് വരണം. 5 മാറി 15 ആയി. 3 മാറി 2 ആയി. 15 minus 7 എത്രയാണ്? 15 minus 7 is 8. 2 minus 1 is 1. So the answer is 18. Again wrong ആണ്. Next 57 minus 78. ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? 57 ചെറിയ നമ്പർ അല്ലേ? അതിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത് ആദ്യമേ തന്നെ നോക്കി പറയാം, ഇത് തെറ്റാണ്. അടുത്തത് 30 minus 17. 30ൽ നിന്ന് എങ്ങനെ 17 മൈനസ് ചെയ്യാ? ഇവിടെ നിന്ന് ഇവിടേക്ക് വരും. അപ്പൊ ഇത് മാറി ഇവിടെ 10 ആകും. ഇത് മാറി ഇവിടെ 2 ആവും. 10 minus 7 is 3. 2 minus 1 is 1. Answer is 13. അപ്പൊ ഇതും തെറ്റാണ്. എന്തൊരു കഷ്ടമല്ലേ? ദൽജീതിന് എല്ലാം തെറ്റിപ്പോയി. നിങ്ങൾക്ക് അങ്ങനെ ആവരുത്, കറക്റ്റ് ആയിട്ട് ചെയ്യണം. എല്ലാവരും പേപ്പറും പെന്നും എടുത്തിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അഡീഷനും സബ്സ്ട്രാക്ഷനും നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നതിലൂടെ നിങ്ങളെ സ്പീഡ് വളരെ പെട്ടെന്ന് കൂടും. പിന്നെ നിങ്ങൾ പേപ്പറിൽ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക എന്ന് മനസ്സിലാവും. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.